പ്രിയമുള്ളവരെ, ഞാൻ ഷഹീർ പി സിദ്ദീഖ്. വെൽക്കം ടു ഷഹീർ പി സിദ്ദീഖ് സ്റ്റുഡിയോസ്. പറഞ്ഞു തുടങ്ങാം മലയാള സിനിമയുടെ പിതാവിനെ കുറിച്ച്. ജോസഫ് ചെല്ലയ്യ ഡാനിയൽ നാടാർ. മലയാള സിനിമയുടെ പിതാവായി കണക്കാക്കപ്പെടുന്ന ഒരു ഇന്ത്യൻ ചലച്ചിത്രകാരനായിരുന്നു ജോസഫ് ചെല്ലയ്യ ഡാനിയൽ നാടാർ എന്ന ജെസി ഡാനിയൽ. കേരളത്തിൽ നിന്നുമുള്ള ആദ്യ ചലച്ചിത്രകാരൻ. കേരളത്തിൽ നിർമ്മിച്ച ആദ്യ ചിത്രമായ വിഗതകുമാരൻ ദ ലോസ്റ്റ് ചൈൽഡ് എന്ന ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർമ്മാണവും ഛായാഗ്രഹണവും എല്ലാം ജെസി ഡാനിയലായിരുന്നു നിർവഹിച്ചത്. ചിത്രത്തിലെ പ്രധാന നടനും അദ്ദേഹം തന്നെയായിരുന്നു. കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ ദ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് അദ്ദേഹമാണ് സ്ഥാപിച്ചത്. 1900 നവംബർ 25 അഗസ്തീശ്വരത്താണ് ഡാനിയൽ ജനിച്ചത്. തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ നിന്ന് ഔപചാരിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി 1915 15 വയസ്സുള്ളപ്പോൾ ഇന്ത്യൻ ആർട്ട് ഓഫ് ഫെൻസിംഗ് ആൻഡ് വാൾ പ്ലേ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. സിനിമ ഒരു വിദൂര സ്വപ്നമായ കാലത്ത് സ്വന്തമായി സിനിമ നിർമ്മിക്കുക, ചിത്രീകരിക്കുക എന്ന ഒരു വലിയ ഉദ്യമം, തൻ്റെ അടങ്ങാത്ത ആഗ്രഹം, അതിനുവേണ്ടിയുള്ള ശ്രമം വിജയകരമല്ലെങ്കിൽ പോലും ആ സിനിമ സംഭവിക്കുകയുണ്ടായി. ഒരു പൊതുമാധ്യമം എന്ന നിലയിൽ സിനിമയുടെ വ്യാപ്തിയെക്കുറിച്ച് ഡാനിയലിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. സിനിമയുടെ ജനകീയ സ്വാധീനം പ്രയോജനപ്പെടുത്തി കളരിപ്പയറ്റിനെ ജനകീയമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അക്കാലത്ത് കേരളത്തിലെ സാധാരണക്കാർക്ക് സിനിമ എന്ന മാധ്യമത്തെക്കുറിച്ച് പോലും അറിയില്ലായിരുന്നു. അതിനാൽ ഈ ആശയം തികച്ചും വെല്ലുവിളിയായിരുന്നു. ആ വെല്ലുവിളി ഏറ്റെടുത്ത് അദ്ദേഹം മദ്രാസിലേക്ക്, ഇന്നത്തെ ചെന്നൈയിലേക്ക് വണ്ടി കയറി. ചലച്ചിത്ര നിർമ്മാണത്തിന്റെ സാങ്കേതിക വിദ്യകൾ പഠിക്കുന്നതിനും അതിനാവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനു വേണ്ടിയായിരുന്നു ആ യാത്ര. ദക്ഷിണേന്ത്യയിലെ സിനിമാ നിർമ്മാണത്തിന്റെ വളർന്നു വരുന്ന കേന്ദ്രമായിരുന്നു മദ്രാസ് എന്ന ഇന്നത്തെ ചെന്നൈ. നഗരത്തിലെ വിവിധ സ്റ്റുഡിയോകൾ അത് തന്റെ സ്വപ്നത്തെ പിന്തുടരുന്നതിന് ദൃഢനിശ്ചയമുള്ള ഡാനിയലിനെ തടഞ്ഞില്ല. ഹിന്ദി സിനിമാ നിർമ്മാണത്തിന്റെ കേന്ദ്രമായ ബോംബെയിലേക്ക്, ഇപ്പോഴത്തെ മുംബൈയിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു. താൻ കേരളത്തിൽ നിന്നുമുള്ള അധ്യാപകനാണെന്നും തന്റെ വിദ്യാർത്ഥികളെ സിനിമയെക്കുറിച്ച് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അവകാശപ്പെട്ട് നഗരത്തിലെ ഫിലിം സ്റ്റുഡിയോകളിൽ പ്രവേശനം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം ബോംബെയിൽ നിന്ന് ചലച്ചിത്ര നിർമ്മാണത്തിന് ആവശ്യമായ അറിവും ഉപകരണങ്ങളും ശേഖരിച്ച് തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കേരളത്തിലേക്ക് മടങ്ങി. അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ കൈമുതലായുണ്ടായിരുന്ന സമ്പാദ്യങ്ങളെല്ലാം ചിലവഴിച്ചു. 1926 ഡാനിയൽ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്ന പേരിൽ കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ സ്ഥാപിച്ചു. തിരുവനന്തപുരത്ത് പട്ടം, ഇന്നത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫീസിന് സമീപമായിരുന്നു അത്. എല്ലാം ഒരുക്കി ഡാനിയൽ തന്റെ സ്വപ്നങ്ങളുടെ ലോകത്തേക്ക് കടന്നു. സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അദ്ദേഹം തിരക്കഥ എഴുതി അതിന് വിഗതകുമാരൻ എന്ന് പേരിട്ടു. ചിത്രത്തിന് ശബ്ദമോ സംഭാഷണമോ ഇല്ലായിരുന്നു. ചിത്രത്തിനു വേണ്ടി ക്യാമറ ചലിപ്പിച്ചതും സംവിധാനവും നിർവഹിച്ചത് അദ്ദേഹം തന്നെയായിരുന്നു. ചിത്രത്തിലെ നായകൻ വേഷവും ചെയ്തത് അദ്ദേഹം തന്നെയാണ്. PK റോസിയായിരുന്നു അന്നത്തെ നായിക. എഡിറ്റിംഗ് ഉൾപ്പെടെ മിക്ക പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും ചെയ്തത് അദ്ദേഹം തന്നെയായിരുന്നു. സിനിമയുടെ പ്രമേയം സാമൂഹിക പ്രാധാന്യമുള്ളതും ഈ വിഭാഗത്തിലെ ആദ്യകാല ചിത്രങ്ങളിൽ ഒന്നു തന്നെയായിരുന്നു വിഗതകുമാരൻ. സമ്പാദ്യങ്ങളെല്ലാം വിറ്റ് ചിലവഴിച്ച് ഉണ്ടാക്കിയ സിനിമ ഒരു വിജയകരമായ നിർമ്മിതിയായിരുന്നില്ല. കാരണം ആ കാലഘട്ടം അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ്. തുടർന്ന് സിനിമാ രംഗത്ത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ജോസഫ് ചെല്ലയ്യ ഡാനിയൽ നാടാർ തന്റെ വിദ്യാഭ്യാസം തുടർന്നു. പിന്നീട് ദന്തരോഗ വിദഗ്ധനായി മാറിയ അദ്ദേഹം തന്റെ ജോലിയുമായി കഴിഞ്ഞുപോയി. കാലങ്ങൾ കടന്നുപോയി. മലയാള സിനിമയ്ക്ക് പുതുമോടിയും പുതുമുഖവും വന്നു തുടങ്ങി. ജോസഫ് ചെല്ലയ്യ ഡാനിയൽ നാടാർ തന്റെ ജീവിത സാഹചര്യങ്ങളിൽ ഒതുങ്ങിക്കൂടി. കാലമെല്ലാം മനസ്സിലാക്കും, ഒരു നാൾ അതെല്ലാം അടയാളപ്പെടുത്തും. അങ്ങനെ വളർന്നു വന്ന മലയാള സിനിമയുടെ പിതാവായി അദ്ദേഹം അറിയപ്പെടുകയുണ്ടായി. കേരള ഗവൺമെന്റ് സിനിമയിൽ പ്രവർത്തിക്കുന്നവരുടെ സമഗ്ര സംഭാവനകൾക്കുള്ള ഉപഹാരമെന്നോണം ജെസി ഡാനിയൽ അവാർഡ് നൽകിക്കൊണ്ടിരിക്കുന്നു. ആത്മാർത്ഥ ശ്രമം കൊണ്ടുള്ള ആഗ്രഹ സഫലീകരണം മാത്രമായിരുന്നു സിനിമ എന്ന മായിക ലോകം ജെസി ഡാനിയലിന്. അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു സിനിമ സെല്ലുലോയിഡ് എന്ന പേരിൽ 2013 പുറത്തിറങ്ങുകയുണ്ടായി. കമലായിരുന്നു ആ സിനിമ സംവിധാനം ചെയ്തത്. വളർന്നു വരുന്ന തലമുറയ്ക്ക് അദ്ദേഹത്തെ ഓർത്തെടുക്കാൻ സെല്ലുലോയിഡ് എന്ന സിനിമ ഉപയോഗപ്പെടും. ഒരറിവ് പോലെ വരും തലമുറയ്ക്ക് കൈമാറാൻ എൻ്റെ ശബ്ദവും ഉപയോഗപ്പെടട്ടെ. ഇറ്റ്സ് മീ ഷഹീർ പി സിദ്ദീഖ്.